ഹായ് ഹലോ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോണത് ഒരു പ്ലം കേക്കാണ്. ഒരു നല്ല റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യണത് ഒരു 2 കിലോ ക്വാണ്ടിറ്റിയിലുള്ള റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ മെഷർമെൻറ്റ്സ് പറയണത് നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു 1 കിലോയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു അരിപ്പയിലേക്ക് ഒരു 1.5 കപ്പ് മൈദ, ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു പിഞ്ച് ഉപ്പ്, ഇത്രയും ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഒരു 2-3 പ്രാവശ്യമെങ്കിലും അരിക്കണം, കാരണം ഇത് നന്നായിട്ട് മിക്സ് ആവണം. ഇനി ഒരു ബൗൾ എടുക്കുക. അതിനകത്തേക്ക് 3 മുട്ട, ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്, ഇത്രയും ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങളത് നോക്കി ഫോളോ ചെയ്താൽ മതി. ഇനി അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് ബട്ടറും ഒരു 1/2 ടീസ്പൂൺ പ്ലം കേക്ക് എസൻസും ഇട്ട് ഒരു 1 മിനിറ്റും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഓവർ ബീറ്റ് ചെയ്യരുത് ഓയിൽ ഒഴിച്ചാൽ, പിന്നെ ജസ്റ്റ് ഒന്ന് സ്ലോ സ്പീഡിലിട്ട് മിക്സ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് മാറ്റിയിടണം. മിക്സ് ചെയ്യാനുള്ള അറ്റാച്ച്മെൻറ്റ് മാറ്റിയിടണം. അതിനകത്തേക്ക് പിന്നെ ഒഴിക്കുന്നത് നമ്മൾ കാരമലാണ്. ഈ കാരമൽ ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത് ഒരു 1/2 കപ്പ് പഞ്ചസാര നല്ലോണം കാരമലൈസ് ചെയ്ത് നല്ല ഡാർക്ക് കളർ ആക്കിയിട്ട് അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് ഒരു 2 മിനിറ്റ് തിളപ്പിച്ച് ജസ്റ്റ് ഒന്ന് കുറുക്കി എടുത്തേക്കുന്നതാണ്. അപ്പം നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് 1/2 കപ്പാക്കി നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ അരിച്ചു വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും ഒരു 1/2 കപ്പ് നട്ട്സും എടുത്തു വെക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ചേർക്കാം. ആ ബാക്കി നമ്മൾ മാറ്റി വെച്ച ഫ്ലോറ്, ബാക്കിയുള്ള അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആ ഡ്രൈ ഫ്രൂട്ട്സിലേക്കും നട്ട്സിലേക്കും മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ മിക്സിലേക്ക് ഇട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇനി അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് സോക്ക് ചെയ്യാണ്ടും ഇതിനകത്തേക്ക് ചേർക്കാം. നട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 1/4 കപ്പ് കാഷ്യൂവും 1/4 കപ്പ് ആൽമണ്ട്സും ആണ്. ഇനി ഈ ബാറ്റർ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 8 ഇഞ്ച് സ്ക്വയർ അല്ലെങ്കിൽ റൗണ്ട് ടിന്നിലേക്ക് ബേക്ക് ചെയ്യാവുന്നതാണ്. ഈ പ്ലം കേക്ക് ഇത്തിരി ഡെൻസ് ആയിട്ടുള്ള കേക്കാണ്. നമുക്കങ്ങനെ ഓവറായിട്ട് പൊങ്ങി വരുമൊന്നുമില്ല. അപ്പം നമ്മൾ ടിന്നിൻ്റെ ഒരു 1/4 ഭാഗത്തിന് മേലെ നിൽക്കുന്ന രീതിക്ക് ഫില്ല് ചെയ്യണം. ഇനി നമ്മുടെ ഓവൻ ഒരു 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു 150 ഡിഗ്രിയിലേക്ക് കുറച്ചിടുക. അത് കഴിഞ്ഞ് ഈ കേക്ക് ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് 1 hour 10 minutes ആണ്. ഇത്തിരി കുക്കിംഗ് ടൈം കൂടുതലുള്ള കേക്കാണ്, കാരണം അതിനകത്ത് ഒരുപാട് സാധനങ്ങളുള്ളതുകൊണ്ട് കുക്കിംഗ് ടൈം നല്ലതായിട്ട് വരും. അപ്പോൾ ഒരു 1 hour 10 minutes ഒക്കെ എടുക്കും ഇത് ബേക്കായി കിട്ടാനായിട്ട്. ചിലപ്പോൾ അത് ഓരോരുത്തരുടെ ഓവൻ ഡിപ്പെൻഡ് ചെയ്ത് എടുക്കും. ചില സമയത്ത് അതിൽ കൂടുതൽ വരാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും
ഒരു 1 hour 10 minutes ഒക്കെ കഴിയുമ്പോൾ ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കുക. ഇങ്ങനെ ഈ സ്ക്യൂർ വെച്ച് ഇങ്ങനെ റൗണ്ട് കാണിച്ച ആ എയർ ബബിൾസ് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർഫസ് നല്ല ഈവൺ ആയിട്ട് കിട്ടും. എനിക്കിവിടെ ഒരു 1 hour 10 minutes തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്ലം കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഈ നമ്മുടെ സൈഡ്സിൽ, ടിന്നിൻ്റെ സൈഡ്സിൽ ബട്ടർ പേപ്പർ വയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മളത് ഡിമോൾഡ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ പൊടിഞ്ഞങ്ങ് പോകും. അപ്പോൾ അത് സൈഡ്സിൽ വെക്കണ എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇപ്പോൾ ക്രിസ്മസിന് മാത്രമല്ല, എല്ലാ സീസണിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.